നമസ്കാരം. ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് സ്വാഗതം. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഏറ്റവും മികച്ചൊരു സിനിമയാണ് വാഴ ഭാഗം 2. നിങ്ങൾ ചിലർ അത് കണ്ടിട്ടുണ്ടാവും. നന്നായി അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൻ്റെ പരസ്യം പറയാനല്ല ഞാൻ വന്നത്. അതിലെനിക്ക് ഏറ്റവും ആകർഷിക്കപ്പെട്ടൊരു കാര്യം ആ സിനിമയിലെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത, ഇതെല്ലാം പറയുന്ന കൂടി തന്നെ മറ്റൊരു പ്രത്യേക ബന്ധം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം. വാസ്തവത്തിൽ ആ സിനിമയിലെ ഒരു നെഗറ്റീവ് റോളിൽ ഒരു അധ്യാപകൻ വരുന്നുണ്ട്. അതായത് കുട്ടികളെ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. എപ്പോഴും അവരെ ഹറാസ് ചെയ്യുക, ബുദ്ധിമുട്ടിക്കുക, ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് അധ്യാപകൻ്റെ ഒരു ഹോബി. അപ്പോൾ അങ്ങനെ പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ പലരും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങി. ഇതുപോലൊരു തലതെറിച്ച അധ്യാപകൻ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, അയാളാണ് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് കണ്ട അധ്യാപകർ പലരും കയറി അതിന് കൗണ്ടർ അടിക്കാൻ തുടങ്ങി. അങ്ങനെ വാഴ എന്ന സിനിമ വളരെ വലിയ ഒരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് നന്നായിട്ട് ഇടപെട്ടാൽ അവരുടെ ജീവിതത്തിൽ അവർ അധ്യാപകരെ മറക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സ്ഥാനമുണ്ടാകും. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ചങ്ങനാശ്ശേരി ടി വിയുടെ ഫ്ലോറിൽ എനിക്കൊരു അതിഥിയുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും തൊട്ടടുത്ത ഏരിയകളിലുമൊക്കെയുള്ള ആയിരക്കണക്കിന് കുട്ടികളെ കണക്ക് പഠിപ്പിച്ച ഒരു അധ്യാപകൻ. വെറുതെ ഒരു കണക്ക് പഠിപ്പിച്ചു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വേറെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. വേണ്ടി വന്നാൽ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ തന്നെ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കണക്ക് മാത്രമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ആ കണക്ക് പഠിച്ചിട്ട് പോയ പല കുട്ടികളും അവരുടെ ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ ഹാപ്പിയാണ് തൻ്റെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ. ഏതായാലും നിങ്ങളിൽ ഏവർക്കും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവും. പരിചയമില്ലാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് സ്കറിയ എന്നാണ്. ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് ട്യൂഷൻ കുട്ടികൾക്ക് കണക്ക് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന, അവരെ 100% വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്ററും അതിലെ അധ്യാപകനും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കോഴ്സിലേക്ക് പോകുന്നു, വീണ്ടും പ്രൊഫഷണൽ കോഴ്സുകൾ മാറി എടുക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ചെറിയ നഴ്സറി ക്ലാസ് തൊട്ട് ഒരു ജോലി കിട്ടുന്നവരെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നവരെയുള്ള കാലഘട്ടത്തിനിടയിൽ 100 കണക്കിന് അധ്യാപകരെ കാണുന്നുണ്ട്. ഓരോ കോഴ്സ് കഴിയുമ്പോഴും ഓരോ അധ്യാപകരെയും മറന്നു പോവുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഈ കുട്ടികൾ ഈ അധ്യാപകനെ ഒരിക്കലും മറക്കുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, വിവാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നിർബന്ധമുണ്ട്. ഈ അധ്യാപകൻ വന്ന് ദക്ഷിണ വാങ്ങി അത് ഈ കുട്ടികളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എന്നാലേ കുട്ടികൾക്കൊരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളിൽ ഇത്രയധികം കുട്ടികളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ദക്ഷിണയും വാങ്ങി വിവാഹവേദിയിലേക്ക് പറഞ്ഞു വിട്ട ഒരു അധ്യാപകൻ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ആയിരക്കണക്കിന് കുട്ടികളെയാണ് അദ്ദേഹം അങ്ങനെ അനുഗ്രഹിച്ച് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരി റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം വിനോദ് സാറേ. നമസ്കാരം സാറേ. 25 വർഷത്തിലധികമായിട്ട് കണക്ക് പഠിപ്പിക്കുകയാണ്. കണക്ക് കൂട്ടലും കിഴിക്കലും ഹരിക്കലും ഗുണിക്കലും ഒക്കെയാണ്. സാർ ഇത്രയും കാലത്തിനുണ്ടല്ലേ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും? ഒരു 10,000-ന് മുകളിൽ കാണും. 10,000-ന് മുകളിൽ ഉള്ള എണ്ണം സാറിന് പറയാനുണ്ടാവും അല്ലേ? സ്കൂളുകളിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ക്രിസ്ത്യോതിയിലും AKM-ലും ഉണ്ടായിരുന്നു. ക്രിസ്ത്യോതി ചങ്ങനാശ്ശേരി ക്രിസ്ത്യോതി സ്കൂളാണ്. 9 വർഷം അവിടെ ജോലി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ ഞാൻ നിർത്തിയായിരുന്നു, ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ പിന്നെയും AKM കയറിയിട്ടുണ്ട്. AKM സ്കൂളിൽ ഞാൻ നമ്മുടെ ക്രിസ്ത്യോയിലെ നമ്മുടെ എതിരേറ്റ് അച്ഛനുള്ള സമയത്താണ് ഞാൻ അവിടെ കയറുന്നത്. 9 വർഷം നല്ല രീതിയിൽ അവിടെ പോയി. പിന്നെ ഞാൻ കോവിഡ് വന്ന് അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഓൺലൈൻ ക്ലാസ് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ AKM കയറുന്നത്. നമ്മുടെ പ്രിൻസിപ്പൽ ടെൻസി സിസ്റ്ററുണ്ട് അവിടെ. അപ്പം എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇരുന്ന പ്രിൻസിപ്പൾസ് എല്ലാം എനിക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു തന്നിരിക്കുന്നത്. സ്കൂൾ ലെവലിൽ നോക്കുകയാണ്, സ്റ്റാഫും ടീച്ചേഴ്സും എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല റിസൾട്ട് എനിക്ക് പറ്റി. AKM-ൽ ഇപ്രാവശ്യം 100% വിജയം നേടിയെന്നൊരു പത്രവാർത്ത ഞാൻ കേട്ടായിരുന്നു. അതിൽ സാറിന് എന്തെങ്കിലും പങ്കുണ്ടോ? അവിടെ മാത്സ് പൊതുവേ റിസൾട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വേഷം റെക്കോർഡ് പൊട്ടിച്ചു. 100 വാങ്ങിച്ചുകൊണ്ട് പോയി ഈ വേഷം AKM-ലെ പിള്ളേരെ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഗുഡ് ന്യൂസാണ്. ഏതായാലും മറ്റധ്യാപകരോടും പ്രിൻസിപ്പളിനോടൊപ്പം സാറിനൊരു അഭിമാനത്തിന് വകയായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ പൂർണ്ണമായ ഫുൾ സപ്പോർട്ടായിരുന്നു പ്രിൻസിപ്പളിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും. പിന്നെ പിള്ളേരും നല്ല പിള്ളേരായിരുന്നു, നല്ല ഹാർഡ് വർക്ക് ചെയ്തു. അവരോടും നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഈ വേഷം ഇവിടെ റെക്കോർഡ് പൊട്ടിക്കണമെന്ന്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ റെക്കോർഡ് പൊട്ടിച്ചു തന്നു.
അത് വളരെ ഒരു സന്തോഷ വാർത്തയാണ്. എങ്ങനെയാണ് ഈ കണക്കിൻ്റെ ലോകത്തിലേക്ക് വന്നത്? എനിക്കാണെങ്കിൽ കണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന എടുക്കുന്ന ഒരു കേസ് കെട്ടാണ്. കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കണക്കിൻ്റെ ലോകത്ത് എങ്ങനെ വിജയിക്കാൻ പറ്റും സാറിന്? കണക്കാണല്ലോ പിള്ളേർക്ക് പൊതുവേ ഒരു പാട്. ബാക്കി വിഷയം എനിക്ക് തോന്നുന്നില്ല വലിയ കുഴപ്പമുണ്ടെന്ന്. അപ്പം ഞാൻ ഓർത്തുന്ന കണക്കൊന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന്. എന്തായാലും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം പിള്ളേർക്ക് അത് മനസ്സിലാവാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇച്ചിരി ആത്മവിശ്വാസം കൂടി. എന്തോ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കും ഞാൻ ഈ ഫീൽഡിൽ തന്നെ വരാനും. അതുകൊണ്ട് അങ്ങനെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നു. അങ്ങനെ പിള്ളേർ ട്യൂഷൻ ക്ലാസ്സിൽ ഒത്തിരി പിള്ളേർ വരാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ പിന്നെ സ്കൂളിലോട്ട് ആക്ച്വലി ജോയിൻ ചെയ്തത്. എനിക്ക് ചെറിയൊരു നാട്ടിൽ കേൾക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് വിനോദ് സാറിൻ്റെ ട്യൂഷൻ സെൻ്ററിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ MLA കൊണ്ടൊക്കെ പറയിപ്പിക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതേ ഒരു പരീക്ഷ ഇടുക, പരീക്ഷ ഇട്ടാലേ ആ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ട്യൂഷൻ സെൻ്ററിൻ്റെ പ്രസക്തി ഇല്ലല്ലോ ഇങ്ങനെ അഡ്മിഷനൊക്കെ കൊടുക്കണമെങ്കിൽ പരീക്ഷ ഇടുന്നത്. എന്താണ് അതിൻ്റെ കാര്യം? അല്ല, പരീക്ഷ അതായത് നാട്ടുകാർ എന്തോ പറഞ്ഞിറക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വാസ്തവത്തിൽ ഞാൻ പിള്ളേരവിടെ വരുമ്പോഴേ ഞാൻ പിള്ളേരോട് അവര് മാത്സ് അവൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ അവനൊരു ബുദ്ധി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ അവനെ നമ്മൾ പൊക്കിയെടുത്തിരിക്കും. അവന് ഇഷ്ടമില്ല, അവന് പറ്റുന്നില്ല, അവൻ ആ മാത്സിൽ കാലിബർ ഇല്ല, ചോദിച്ചാൽ വേറെ വിഷയത്തിൽ കാണുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള പിള്ളേർ ചിലപ്പം അവിടെ പഠിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് മാത്സ് ഇല്ല അവർക്ക്. പക്ഷെ അവൻ്റെ ഇച്ചിരിയെങ്കിലും അതിനകത്തൊരു 1% അവന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ തകർത്തിരിക്കും, അവനെ പൊക്കിയിരിക്കും. അതുപോലെ തന്നെ ഉണ്ട് ഈ എവിടെയെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികൾക്ക് പിന്നെ ട്യൂഷൻ സെൻ്ററിൽ അഡ്മിഷൻ കൊടുക്കത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതിനകത്ത് വാസ്തവമാണ്? അത് ശരിയാണ്. അത് നമ്മുടെ എത്തിക്സിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ തന്നെ ഞാൻ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഒരു നടപടിയല്ല. അത് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ മൈൻഡായി പോകും. നമുക്കത് വേണ്ട. നമ്മുടെ പിള്ളേരെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഈ പിള്ളേർ ഇപ്പോൾ AKM സ്കൂളിലെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ക്ലാസ്സിലെ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടില്ല. അവർ എന്നിട്ട് അവൻ 100 വാങ്ങിക്കുക. അതാണ് അതിൻ്റെ റെക്കോർഡ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സാറായിരിക്കും ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുടെ കല്യാണം അല്ലെ ശിഷ്യഗണങ്ങളുടെ കല്യാണം കൂടി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. ഏതായാലും എത്രമാത്രം കല്യാണങ്ങൾ ഇപ്പോൾ കൂടി അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ആദ്യം ഞാനൊരു കാര്യം പറയും, സാറ് പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് സാറിനെ ഭയങ്കര കലിപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് സാർ അവരെ സത്യത്തിൽ സഹായിക്കുകയാണ് ചെയ്തതെന്ന്. പിന്നീട് സാറിനെ അവരെ വിടത്തില്ല, വട്ടം പിടിക്കും. അതുകൊണ്ടാണല്ലോ അവർ ഈ കല്യാണങ്ങൾക്കെല്ലാം സാറിനെ വിളിക്കുന്നതും വീട്ടിൽ എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടെങ്കിൽ സാറിൻ്റെ സാന്നിധ്യം വേണമെന്ന് ഉറപ്പാക്കുന്നു. ഇത്രയും കാലം കൊണ്ട് എത്ര കുട്ടികൾക്ക് ഈ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും? ഒരു 10,000 മേളത്തിൽ പിള്ളേരുണ്ട്. ഞാൻ കല്യാണം തന്നെ കല്യാണം അറ്റൻഡ് ചെയ്തതല്ല, അനുഗ്രഹം കൊടുത്തത്, ദക്ഷിണ മേടിച്ചത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ തന്നെ ഇപ്പം മാർട്ടിനോട് ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത കല്യാണത്തിനോട് പോവുകയാണ് വാസ്തവത്തിൽ. അത് നമ്മുടെ പിള്ളേരുടെ ഏറ്റവും വലിയൊരു സ്നേഹം അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നമ്മൾ വർഷങ്ങൾ ശേഷമാണ് പിന്നെ ഈ കല്യാണത്തിന് വിളിക്കുക എന്ന് പറയുന്നത്. സാധാരണ പഠിത്തം കഴിഞ്ഞാൽ പിള്ളേരുടെ വഴിക്കൂടെ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ പിള്ളേർ എപ്പോഴും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്യുകയും സാർ ഇന്നടുത്ത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണം വരുമ്പം എന്തായാലും അവർ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ തേടി പിടിച്ച് വീട്ടിൽ വന്ന് വിളിച്ചിരിക്കും, ഞാൻ പോയിരിക്കും. അതിപ്പോൾ ഇവിടെ അല്ല, ട്രിവാൻഡ്രം അല്ല, കൊല്ലമാണെന്ന് പറഞ്ഞാലും ഞാൻ പോയിരിക്കും. അതാണ് ഞാനും ശിശുവായിട്ടുള്ള ഒരു ബന്ധം. സാർ ഈ പഠിപ്പിക്കുന്നത് കൂടാതെ കുട്ടികളെ ഒന്ന് മയക്കിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ കയറാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക്ക് കാണിക്കാറുണ്ടോ, എന്തെങ്കിലും മാജിക് കാണിക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി നമ്മൾ പിള്ളേരെ നമ്മൾ അവർക്കൊരു സമ്മാനം വെക്കും. ഓരോ ചോദ്യം നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ ക്യാഷ് അവാർഡ് പറയും. ചിലപ്പോൾ 1000, 5000, 3000. പിള്ളേർക്ക് ഇത് കിട്ടാനുള്ളൊരു ക്രേസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അവരുടെ ബുദ്ധി വർക്കൗട്ട് ചെയ്യും. അങ്ങനെ കയറിയാണ് അവർ ഇതിലോട്ട് വരുന്നതെന്ന്. അപ്പോൾ പിള്ളേരെ വരുമ്പോഴേ അറിയാം സാർ ഇന്നൊരു ചോദ്യം ഇടും, അതൊരു ക്യാഷ് അവാർഡ് ആയിരിക്കും. തുക എത്രയാണെന്നൊന്നും ആ സമയത്താണ്, ഡിപ്പെൻസ് ആ ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്നാലും പിള്ളേർക്ക് അത് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം. കാരണം അത് വീട്ടിൽ കൊടുക്കണ്ട, അത് അവരെ അടിച്ചു വിളിച്ചോളാനാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്കുള്ള ഒരു സമ്മാനമാണ് അത്. അതുകൊണ്ടാണ് പിള്ളേർക്ക് പിന്നെയും ക്രേസ്. അടുത്ത ദിവസം വരുമ്പം തന്നെ അവർ വേറൊരു ചോദ്യം പഠിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. കാരണം ഇന്നത്തെ ചോദ്യം എന്തായിരിക്കും എന്നുള്ളൊരു ഇത്. പിന്നെ നമ്മൾ അത്യാവശ്യം പിള്ളേരെ ആക്ച്വലി ഞാൻ സ്ട്രിക്റ്റാണ്. ഏതാണ്ട് പരീക്ഷ 10ൻ്റെ അടുക്കാറാകുമ്പോൾ, അതായത് ബോർഡ് എക്സാം ആകുന്നതിന് മുമ്പേ ഞാൻ പിള്ളേരുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രണ്ട്ഷിപ്പ് ആവും. അതുവരെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആകും. പിള്ളേരുമായിട്ട് ടൂർ പോകും. എക്സാമിൻ്റെ മുമ്പേ നമ്മളൊരു ടൂറൊക്കെ പോകും, പിള്ളേരുമായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യും. അപ്പോഴാണ് ആക്ച്വലി പിള്ളേർ നോക്കുന്നത്. സാറിൻ്റെ 2 സ്വഭാവമുണ്ട്. അതായത് പഠിപ്പിക്കുന്ന സമയത്തൊരു വേറെയും അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും പിള്ളേരുടെ ഓർമ്മകളിനകത്ത് ഉള്ളത്. മറ്റൊരു സംഗതി ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കളുടെ ജന്മദിനം എന്ന് പറയുന്നത് വീട്ടിലൊരു വലിയൊരു ആഘോഷമാണ്. അത് വീട്ടുകാരല്ല ആഘോഷിക്കുന്നത്, സാറിൻ്റെ ശിഷ്യഗണങ്ങളാണ്. അപ്പോൾ സാറിൻ്റെ വീട്ടിലന്ന് വരാമെന്നുണ്ടെങ്കിൽ
വണ്ടി നിറച്ച് കേക്ക് തന്നു വിടുമെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ വരുന്ന കുട്ടികളെല്ലാം തന്നെ ഇഷ്ടംപോലെ കേക്കുകളുമായിട്ടാണ് വരുന്നത്. ആരെങ്കിലും സ്ഥലത്തില്ലെങ്കിൽ ആരുടെങ്കിലും കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബേക്കറിയിലുള്ളതിനേക്കാൾ അധികം സ്വീറ്റ്സ് സാറിൻ്റെ വീട്ടിലുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് സംഭവിക്കുന്ന കാര്യം തന്നെയാണോ? സത്യം അത് തന്നെയാണ്. പക്ഷേ എനിക്കറിയാം ഈ കേക്ക് എല്ലാം കൂടെ വെച്ചാൽ ഞാൻ അവിടെ ഒന്നും ചെയ്യാനില്ല. ഞാൻ വരുന്ന പിള്ളേരും കൊണ്ട് തന്നെ മുറിച്ച് അവിടെ ഒരു പാർട്ടി പോലെ അങ്ങ് ആക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ടീം വന്നു കഴിഞ്ഞാൽ പുറകെ വേറെ ടീം നിൽക്കുകയാണ്. അത് അവരുടെ കേക്ക് മുറിക്കണം. അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അല്ല ഞാൻ കേക്ക് അവിടെ വെക്കുമെന്നല്ല, പക്ഷേ വന്നുകൊണ്ടിരിക്കുന്നു, മുറിക്കുന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു സന്തോഷം. സാറിൻ്റെ കൂടെ ആദ്യ ബർത്ത്ഡേ ഒന്ന് നടത്താൻ പറ്റി, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് പലർക്കും കിട്ടാത്തൊരു അസുലഭ സന്ദർഭം തന്നെയാണെന്ന് ഞാനും സമ്മതിക്കുകയാണ്. സാറിൻ്റെ ഈ ഇത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ശിഷ്യഗണങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ ഏതാണ്ട് ഇപ്പം നമ്മളിപ്പോൾ 25 വർഷത്തിലധികമായിട്ട് അധ്യാപന രംഗത്തുണ്ടാകുമ്പോൾ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവും. ആരെയാണ് ഏറ്റവും അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ? അത് ഒത്തിരി പേരുണ്ട്. ഞാനത് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു മറുപടി അല്ല. അത് ഡോക്ടേഴ്സ് ഫീൽഡിലുണ്ട്, സി എയിൽ ഇഷ്ടംമാതിരി പിള്ളേരായിട്ടുണ്ട്, എഞ്ചിനീയറുണ്ട്, IIT-യിലുണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. എല്ലാവരും പഠിത്തം മാത്രമല്ല, ബിസിനസ് മൈൻഡിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറയത്തില്ല പഠിച്ച് ലെവലായി അല്ലെങ്കിൽ ആ ഒരു ഇതല്ല, അല്ലാതെ ഉള്ള പിള്ളേരും ഉണ്ട്. മാക്സും കൊണ്ട് വന്ന ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിയ പിള്ളേരുണ്ട്. സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല? സയന്റിസ്റ്റും ഉണ്ട്. ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിശാലമായ ഒരു വലിയൊരു ശിഷ്യ സമ്പത്തിന് ഉടമയായ വിനോദ് സാറിനെയാണ് ഇന്ന് ചങ്ങനാശ്ശേരി TV-യിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ലാത്തൊരു വ്യക്തിയാണെന്ന് അറിയുമെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെയും ഒരു വ്യക്തി ചങ്ങനാശ്ശേരിയിലുണ്ട്, ഇങ്ങനെയും ഒരു അധ്യാപകൻ ചങ്ങനാശ്ശേരിയിലുണ്ട്. പഠിത്ത ശേഷം ഒരു കുട്ടി പോലും ചീത്ത വിളിക്കാത്ത ഒരു അധ്യാപകൻ, നന്ദിയോടെ ഓർക്കുന്ന ഒരു അധ്യാപകൻ, ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരു അധ്യാപകൻ. ഏതായാലും നമുക്ക് അഭിമാനിക്കാം, ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയും വ്യക്തികളുണ്ടല്ലോ. ഏതായാലും വിനോദ് സാറിനും വിനോദ് സാറിൻ്റെ മാത്ത് ട്യൂഷൻ സെൻ്ററിനും ചങ്ങനാശ്ശേരി TV-യുടെ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയുമുണ്ട് 10,000-കണക്കിന് കുട്ടികൾ സാറിന് വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. അവരെയൊക്കെ സാറ് ഒന്ന് കണ്ണ് തെളിച്ച് ജീവിതത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാതെ ഒന്ന് പഠിപ്പിച്ചയക്കുക. സാറിനും നന്മ വരട്ടെ. ഇവിടെ വന്നതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി. ഇത് എൻ്റെ മാത്രമല്ല, മേലിരിക്കുന്ന ദൈവത്തിൻ്റെയും കൂടെ കൃപയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിനും നന്ദി. എന്നെ ക്ഷണിച്ച മാട്ടിനും നന്ദി.